ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ എന്ന ആയത്താണ് വിശദീകരിച്ചു വന്നത്. അപ്പോൾ നമ്മളവിടെ വമിൻ ആയാതിഹി മനാമുക്കും, നിങ്ങളുടെ ഉറക്ക്, നൗമുക്കും എന്ന അർത്ഥത്തിൽ. മനാം എന്ന് പറഞ്ഞാൽ ഇവിടെ നൗ, ഉറക്ക്. അപ്പം നമ്മൾ ഇന്നലെ ഉറക്ക് എന്താന്ന് പറഞ്ഞു. പിന്നെ ഉറക്കിൻ്റെ ചില വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഉറക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് ഉറക്കുമായി ബന്ധപ്പെട്ട മര്യാദകൾ, ആദാബുന്നവും, പിന്നെ അദ്കാറുന്നവും, ഔറാദുന്നവും, ഉറങ്ങുന്നതിന് മുമ്പുള്ള വിറുതുകൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആവുകൾ, പിന്നെ ഉറക്കിൻ്റെ അദബുകൾ. കാരണം നമ്മളിപ്പോൾ പല വാർത്തകൾ കേൾക്കുമ്പോൾ ഉറക്കിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് വിധേയമാണത്. അള്ളാഹു നമുക്ക് ആഫിയത്തിന് തരട്ടെ. അൽഹംദുലില്ലാഹ്. ഉറങ്ങിക്കിടക്കവേ ചില പ്രകൃതി പ്രതിഭാസങ്ങളുണ്ടായപ്പോൾ അതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായി, ആളപായങ്ങളുണ്ടായി തുടങ്ങി വാർത്തകൾ കേൾക്കണില്ലേ. ഗാഠനിദ്രയിലായിരിക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതിൽ മനുഷ്യന്മാർ പെട്ടുപോയിട്ടുണ്ടാകുന്ന വലിയ വിഷമതകൾ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ അള്ളാഹുവിലേക്ക് ദുആയിലൂടെ, ദിക്റിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ ഏൽപ്പിക്കണം. അതിനാണ് നമ്മളെന്ത് ചെയ്തത് പറഞ്ഞത്, ആ വിഷയങ്ങൾ പറഞ്ഞത്. വമിൻ ആയാതിഹി മനാമുക്കും. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് മനാമുക്കും ബില്ലൈലി വന്നഹാർ. ബില്ലൈൽ എന്ന് പറഞ്ഞാൽ ഫില്ലൈൽ, രാത്രിയിൽ, വന്നഹാർ എന്ന് പറഞ്ഞാൽ പകലിൽ. അപ്പോൾ രാത്രിയിൽ മനാം, നഹാറിൽ മനാം. നമ്മൾ പറഞ്ഞു നഹാറിലെ നൗം, അതിൻ്റെ പേര് കൈലൂല. കൈലൂല കൈലൂല ഉറങ്ങുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇവിടെ ഒരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനാമുക്കും ബില്ലൈലി വന്നഹാർ എന്ന് പറഞ്ഞു. ആദ്യം ആരെയാ പറഞ്ഞത്? ആദ്യം ലൈലിനെയാണ് പറഞ്ഞത്, പിന്നെയാണ് നഹാറിനെ പറഞ്ഞത്. അപ്പോൾ അവിടെ ലൈലാണോ ശ്രേഷ്ഠം അതല്ല നഹാറാണോ ശ്രേഷ്ഠം? ഉറക്കാലോചിച്ചിട്ടുണ്ടെങ്കിൽ ലൈലാണ് ഉത്തമം അല്ലേ. പണ്ഡിതന്മാർ അങ്ങനെ ആലോചിച്ചിട്ടേ അല്ല. ശ്രേഷ്ഠത പറയുമ്പോൾ ഉറക്കല്ല ആലോചിക്കണേ. ഒന്നാമത് ശ്രേഷ്ഠപ്പെടുത്ത ഒന്നൊന്നില്ല എന്നതിലെന്തില്ല, ഒരു വിഷയമല്ല. കാരണം രാവും പകലും എന്താണ്, ദറൂറിയത്താനി മുതകാമിലത്താനി എന്നാണ്. പരസ്പരം പൂരിപ്പിക്കുന്ന രണ്ട് അനിവാര്യതകളാണ്. ലൈലിന് ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളിൽ, വിശേഷങ്ങളിൽ ലൈലാണ് ശ്രേഷ്ഠം. നഹാറിന് ചില ധർമ്മങ്ങളുണ്ട്, വിശേഷങ്ങളുണ്ട്. അതിൽ ആരാണ് ശ്രേഷ്ഠം? നഹാറാണ് ശ്രേഷ്ഠം. ഒന്നൊന്നിനെ പൂരിപ്പിക്കും വിധാണ്, ഒന്നൊന്നിനെ പൂരിപ്പിക്കും വിധാണ്. അപ്പോൾ രണ്ടും അനിവാര്യതകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നൊന്നിനെ ശ്രേഷ്ഠപ്പെടുത്തുക എന്നുള്ളതിൽ എന്തില്ല, ഒരു പ്രസക്തി ഇല്ല. ഏതുപോലെ ഇപ്പം നമ്മളിതിനു മുമ്പ് പറഞ്ഞില്ലേ, എന്ത് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. അവിടെ സൗജ ഉണ്ടല്ലോ, ആണും പെണ്ണുമാണ്. ഇതിലേതാ ശ്രേഷ്ഠം? ആണാണോ ശ്രേഷ്ഠം, പെണ്ണാണോ ശ്രേഷ്ഠം? അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലൈലി ഇദാ യഗ്ഷ എന്താ പറഞ്ഞത്, വന്നഹാരി ഇദാ തജല്ല. പിന്നെ പറഞ്ഞെന്താ, വമാ ഖലഖ الذكر
വൽ ഉൻസ. അള്ളാഹു ലൈലിനെ കൊണ്ട് സത്യം ചെയ്തു, നഹാറിനെ കൊണ്ട് സത്യം ചെയ്തു, പിന്നെ ദക്കറിനെ കൊണ്ട് സത്യം ചെയ്തു, ഉൻസയെ കൊണ്ട് സത്യം ചെയ്തു അല്ലേ. ഇതിനോട് ചേർത്താണ് ഇത് രണ്ടിനെയും പറഞ്ഞത്. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ സഅയ് ഉണ്ടല്ലോ, പരിശ്രമങ്ങൾ, അധ്വാനങ്ങൾ, ധർമ്മങ്ങൾ, അത് ഭിന്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാവും പകലും ഏതാണ് ശ്രേഷ്ഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിന് ചില വ്യതിരക്തതകളുണ്ട്, ധർമ്മങ്ങളുണ്ട്, അതിൽ രാവാണ് ശ്രേഷ്ഠം. പകലിന് ചില ധർമ്മങ്ങളുണ്ട്, വ്യതിരക്തകളുണ്ട്, അതിൽ പകലാണ് ശ്രേഷ്ഠം. അതേപോലെയാണ് ആണും പെണ്ണും അല്ലേ. ഈ സാധർമ്മ്യത്തിന് തന്നെ പ്രസക്തിയില്ല, താരതമ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഒന്നൊന്നിന് പൂരകാണ്. അള്ളാഹു അസ്വാജ് എന്നാണ് പറഞ്ഞത്. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകൾ എന്നാണ്. മലയാളത്തിൽ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭരിക്കപ്പെടുന്നവളാണ്, ഭർത്താവ് ഭരിക്കുന്നവനാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സങ്കല്പമല്ല, ഭരിക്കുന്നവൻ ഭരിക്കപ്പെടുന്നവൾ എന്നുള്ള സങ്കല്പമല്ല. ഇസ്ലാമിൽ സൗജാനിയാണ് അല്ലേ. ശ്രേഷ്ഠം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദക്കർ, ആണിന് ചില ധർമ്മങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, മേഖലകളുണ്ട്, വിശേഷങ്ങളുണ്ട്, അതിൽ ആണാണ് ശ്രേഷ്ഠം. പെണ്ണിന് ചില ധർമ്മങ്ങളുണ്ട്, വ്യതിരക്തതകളുണ്ട്, സവിശേഷതകളുണ്ട്, അതിൽ പെണ്ണാണ് ശ്രേഷ്ഠം. പെണ്ണാണ് ശ്രേഷ്ഠം, അല്ലാതെ ഒന്നൊന്നിന് ശ്രേഷ്ഠം എന്നുള്ളതല്ല. രണ്ടും രാവിനെ കുറിച്ചും പകലിനെ കുറിച്ചും പറയുന്നത് പോലെ തന്നെ ദക്കറും ഉൻസയും, ആണും പെണ്ണും ദറൂറിയത്താനി മുത്തകാമിലത്താനി, രണ്ടും രണ്ട് അനിവാര്യതകളാണ്, ഒന്നൊന്നിനെ പൂരിപ്പിക്കുന്നതാണ്. അതാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു വിഭാവനാണ് ശരി. ആണും പെണ്ണും രണ്ട് അനിവാര്യതകളാണ്, ഒന്നൊന്നിനെ പൂരിപ്പിക്കും വിധമാണ്. ആണിൻ്റെ മേഖലകളുണ്ട്, അതിൽ ആണാണ് ശ്രേഷ്ഠം. പെണ്ണിന് പെണ്ണിൻ്റെതായ മേഖലകളുണ്ട്, അതിൽ പെണ്ണാണ് ശ്രേഷ്ഠം എന്നുള്ളത്. രണ്ടിനും തുല്യപ്പെടുത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്തല്ല, അത് ചിന്തനീയല്ല, അതൊരിക്കലും പിന്നെ നടക്കുന്ന വിഷയവുമല്ല. ആണ് പെണ്ണിനോട് തുല്യമാകുക, പെണ്ണ് ആണിനോട് തുല്യപ്പെടുത്തുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരിക്കലും ശരിയല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പെണ്ണിനെ ജോലിക്ക് വിടും, എന്നിട്ട് പെണ്ണ് പുറത്ത് ജോലി ചെയ്തിട്ട് സമ്പാദിക്കുമാണ്, എന്നിട്ട് പെരയിൽ എന്നിട്ട് ചോറ് വെക്കും വേണം. പിന്നെ ഗർഭധാരണവും പ്രസവവും അതൊക്കെ നിർവഹിക്കണം, പാലൂട്ടൽ നിർവഹിക്കണം അല്ലേ, കുട്ടീനെ പോറ്റണം, ഇതൊക്കെ പിന്നെ അത് പെണ്ണ് നിർവഹിക്കും വേണം. കുറേ ഈ വിദണ്ഡ ജൽപ്പനങ്ങളാണ് ഈ ഒരു സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സുന്ദരമായിട്ടാണ് ഓരോ വിഷയങ്ങൾ പറയുന്നത്. ഏതായാലും ഇവിടെ ബിൽ ലൈലി വൻ നഹാർ, നമ്മുടെ വിഷയം അതാണ്. ലൈലിനെ മുന്തിപ്പിച്ച് പറഞ്ഞു, പിന്നെ നഹാറിനെ പറഞ്ഞത്. അതുകൊണ്ട് ചിലർ പറഞ്ഞു രാവും പകലും അതിൽ ഏറ്റവും പിന്നെ എന്താണ് ശ്രേഷ്ഠം ആർക്കാണ്, രാവിനാണെന്നാണ്. അതേസമയം രാവും പകലും എന്താണ് അനിവാര്യതകളാണ്, പാരസ്പര്യങ്ങളാണ് അല്ലേ, ഒന്നൊന്നിനെ പൂർത്തീകരിക്കും വിധമാണ്. പിന്നെ ചിലർ പറഞ്ഞത് ഖിദ്മത്തുൽ ഖൽഖ് ഉണ്ട്. ഖിദ്മത്തുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്കുള്ള സേവനങ്ങൾ. ഖിദ്മത്തുൽ ഖാലിഖ് ഉണ്ട്, സൃഷ്ടാവിനുള്ള ഖിദ്മത്ത് അല്ലേ. സൃഷ്ടാവിനുള്ള ഖിദ്മത്തിന് ആരാ, ലൈലാണ് ഏറ്റവും ശ്രേഷ്ഠം. അടക്കാണ്, ഒതുക്കാണ്, മൂകതയാണ്, വിജനതയാണ്, ഏകാന്തതയാണ് നമുക്ക് കൂടുതൽ ഭക്തി പുരസരമായിട്ട്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വ മുഖീല. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അത് ശരിക്ക് മനസ്സിൽ തട്ടി നമ്മൾ ഓതുന്നത് ചൊല്ലുന്നതൊക്കെ നമുക്ക് പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് അല്ലേ രാവ് ഖിദ്മത്തുൽ ഖൽഖ് അല്ലേ, പടപ്പുകൾക്കുള്ള ഖിദ്മത്ത് ഉണ്ടല്ലോ, അതിന് ഏതാ നഹാറാണ് എന്ന് ആ നിലക്ക് എന്തുണ്ട് ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ രാവാണ് ഉത്തമം പകലിനെ അപേക്ഷിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയത്തിൽ, ഖിദ്മത്തുൽ ഖാലിഖിനുള്ള ഖിദ്മത്തിൻ്റെ വിഷയത്തിൽ. പക്ഷേ ആ ഖൽഖിൻ്റെ വിഷയത്തിൽ അപ്പോൾ പകലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖാലിഖിനുള്ള ഖിദ്മത്തിൽ രാവാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞെങ്കിൽ ദുൽഹജ്ജിൻ്റെ ആദ്യ 10 പകലല്ലേ ശ്രേഷ്ഠം. അത് ഏത് വിഷയത്തിലാണ്, അത് അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന വിഷയത്തിലും അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിലും ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങളുണ്ടല്ലോ, അവിടെ നഹാറാണ് ശ്രേഷ്ഠം. ഏതായാലും പകലിന് അതിൻ്റേതായ ചില ധർമ്മങ്ങളുണ്ട്, അതിൽ പകൽ ശ്രേഷ്ഠം. രാവിന് അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്, അതിൽ രാവ് ശ്രേഷ്ഠം. ഖലാസ്.
തയ്യബ്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വബ്തിഗാഉകും മിൻ ഫദ്ലിഹി. വബ്തിഗാഉകും, ഇബ്തിഗാ എന്ന് പറഞ്ഞാൽ തലബ്, ഇബ്തിഗാ എന്ന് പറഞ്ഞാൽ തലബ്, അന്വേഷണം, തേടുക, അന്വേഷിക്കുക. വബ്തിഗാഉകും, നിങ്ങളുടെ അന്വേഷണം അതിലും ഉണ്ട്. വബ്തിഗാഉകും, നിങ്ങളുടെ അന്വേഷണം അതും എന്താണ്? മിൻ ആയാതി, അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, ആയത്തുകളിൽപ്പെട്ടതാണ്. വബ്തിഗാഉകും, നിങ്ങളുടെ അന്വേഷണം, തേട്ടം. എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത്? മിൻ ഫദ്ലിഹി, മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ൽ. എന്താ അള്ളാഹിൻ്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ? ഫദ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദാർത്ഥം ഇത് നഖ്സ് എന്നതിൻ്റെ വിപരീത പദമാണ്. നഖ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്മി വരുത്തുക, കുറവ് വരുത്തുക എന്നാണ്. കമ്മി, കുറവ് എന്നാണ്. ഫദ്ൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്താ? കൂടുതൽ, മിച്ചം, കൂടുതൽ എന്ന അർത്ഥത്തിലാണ് ഫദ്ൽ. പക്ഷേ പിന്നെ ഫദ്ലിന് ധാരാളം അർത്ഥമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഫൈറൂസാബാദി 20 അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഫദ്ൽ വന്നതിൽ, ഫദ്ൽ എന്ന പ്രയോഗമുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ, ലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു പറഞ്ഞില്ലേ. അതേപോലെ തന്നെ വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, അങ്ങക്ക് അള്ളാഹിൻ്റെ ഫദ്ൽ മഹനീയമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞില്ലേ. ഇങ്ങനെ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം എന്നൊക്കെ പറഞ്ഞില്ലേ. ഫദ്ൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. വിശുദ്ധ ഖുർആനിൽ മൊത്തത്തിൽ ഫദ്ൽ വന്നതിൽ 20 ആശയങ്ങളിൽ ഫദ്ൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ധാരാളം അർത്ഥമുള്ള പദമാണ്, ഉദ്ദേശമുള്ള പദമാണ്. ഇവിടെ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഒന്ന് എന്താ? അള്ളാഹുവിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടുക, അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യം. ഒന്ന് ഔദാര്യം, അതിൻ്റെ ഉദ്ദേശാർത്ഥമാണ്. ഇവിടെ റിസ്ക്, അത് ഒന്ന് ഈ കസ്ബ്, 2 തിജാറത്ത്, കച്ചവടം. കസ്ബ് അല്ലെങ്കിൽ റിസ്ക്, ഉപജീവനം, അധ്വാനം. പിന്നെ തിജാറത്ത്, കച്ചവടം. കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ ഇതര അധ്വാനങ്ങളിലൂടെ എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ ഫദ്ൽ നിങ്ങൾ തേടുക. അത് വലിയ ദൃഷ്ടാന്തം എന്നാണ്. അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾ തേടുക എന്ന് പറയുമ്പോൾ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ റിസ്ക്കാണ്. അതിനെ തഫ്സീറുകളൊക്കെ ഏറെക്കുറെ പറഞ്ഞത് ഒന്ന് കസ്ബിലൂടെ, മറ്റൊന്ന് തിജാറത്തിലൂടെ. കസ്ബും തിജാറത്താണ്. പക്ഷെ തിജാറത്തിനുള്ള ഒരു കച്ചവടം, അതിനുള്ള ഒരു പ്രാധാന്യവും സ്ഥാനവും കാരണത്താൽ തിജാറത്തിന് വേറെ എണ്ണി. കസ്ബ് മറ്റ് തൊഴിലുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുൽ കസ്ബി അത്യബ്, അയ്യുൽ കസ്ബി അത്യബ്, ഏത് സമ്പാദ്യമാണ് വിശിഷ്ടം? ഏത് സമ്പാദ്യമാണ് തയ്യിബ്, അത്യബ്, ഏറ്റവും വിശിഷ്ടം എന്ന് ചോദിച്ചു. റസൂൽ 2 കാര്യമാണ് പറഞ്ഞത്. എന്താ? ഒന്ന് അമലുൽ മർഇ ബിയദിഹി, ഒരു മനുഷ്യൻ തൻ്റെ കൈകൊണ്ട് സമ്പാദിച്ചത്, തൊഴിലെടുത്തത്. രണ്ടാമത്തേത് കുല്ലു ബൈഇൻ മബ്റൂർ, കുല്ലു ബൈഇൻ മബ്റൂർ. എന്താ? ഒന്ന് റസൂൽ പറഞ്ഞത് ഏറ്റവും അത്യബായ സമ്പാദ്യം ഏതെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് അമലുലിയത്. അമലുലിയത് പറഞ്ഞാൽ ഒരാളുടെ പിന്നെ കൈകൊണ്ട് അയാളെടുത്ത തൊഴിൽ, അതിലൂടെയുള്ള സമ്പാദ്യം. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബൈഉൻ മബ്രൂർ, മബ്രൂറായ ബൈഉൻ. നമ്മൾ ഹജ്ജും മബ്രൂർ കേട്ടിട്ടുണ്ട് അല്ലേ? ഹജ്ജും മബ്രൂർ, സഅയും മഷ്കൂർ, ദംബും മഗ്ഫൂർ എന്നൊക്കെ പറയില്ലേ?
മബ്രൂറായ ഹജ്ജ്. അൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഇവിടെ റസൂലുള്ള പറയുന്നത് കുല്ലു ബൈഇൻ മബ്രൂർ എന്നാണ്. മബ്രൂറായ ബൈഅ എന്നാണ്. അതാണ് ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം. അവിടെ നോക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പാദ്യം രണ്ട് നിലക്ക്, ഒന്ന് കൈകൊണ്ടുള്ള തൊഴിലെടുത്തിട്ടുള്ള സമ്പാദ്യം, മറ്റൊന്ന് കച്ചവടം. കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞാൽ മബ്രൂർ എന്നാ പറഞ്ഞത്. എന്താ മബ്രൂറായ ബൈഅ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കച്ചവടം. അത് ശരിയാണ്. ഈ ചതിപ്രയോഗങ്ങളില്ലാത്ത, വഞ്ചനകളില്ലാത്ത, അല്ലേ, പിന്നെ ഈ കള്ളത്തരങ്ങളില്ലാത്ത, പൂഴ്ത്തിവെപ്പുകൾ, അങ്ങനത്തെ അതൊന്നും ഇല്ലാത്ത കച്ചവടം, അല്ലേ, സത്യസന്ധമായ കച്ചവടം, അനുവദനീയമായ രീതിയിലുള്ള കച്ചവടങ്ങൾ. ശരിയാണ്. അതാണ് ബൈഉൻ മബ്രൂർ. മബ്രൂർ എന്നുള്ളത് ബിറിൽ നിന്നാണ്. ബിറ് എന്ന് പറഞ്ഞാൽ നന്മ, പുണ്യം എന്നുള്ളതാണ്. പുണ്യം നിറഞ്ഞ കച്ചവടം. ചതിയിൽ വഞ്ചന ഇങ്ങനെയൊന്നുമില്ലാത്ത കച്ചവടങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു കച്ചവടം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ബുസ്രയിലേക്ക് കച്ചവടത്തിന് പോയി. ബുസ്രയിലേക്ക്. ബുസ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ബുസ്ര ഷാമിലാണ്. ഷാമിൽ പിന്നെ ഹറാൻ ദേശം, ആ ഭാഗമാണ് ബുസ്ര. റസൂലുള്ളാഹിന്റെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു കച്ചവടത്തിന് പോകുക എന്ന് പറഞ്ഞാൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കച്ചവടത്തിന് പോയി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കച്ചവടത്തിന് പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സാന്നിധ്യം അത്രയും ആവശ്യമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പോകുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരം. അബൂബക്കർ റളിയല്ലാഹുവിനെ വിടുക എന്നുള്ളത് റസൂലുള്ളാഹിക്കും ശ്രമകരം. അത്രയും റസൂലുള്ളാഹിക്ക് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അനിവാര്യമായ അവസ്ഥയായിരുന്നു റസൂലുള്ളാഹിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ. ഒരാൾക്ക് ഒരാളെ പിരിയാൻ കഴിയാത്ത വിധം ആവശ്യം. കാരണം അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹിൻ്റെ നിഴലെന്ന പോലെയാണ്, ഒപ്പാണ്. പക്ഷേ ആ ഹദീസിൽ പറയാണ് ഉമ്മു സലമ പറയാണ്, എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെ വിട്ടത്? ഇജാബൻ ലികസ്ബി തിജാറ, കച്ചവടത്തിലൂടെയുള്ള കസ്ബ്, സമ്പാദ്യം, അതിനോടുള്ള താല്പര്യം കാരണത്താൽ, വ മഹബ്ബത്തൻ ലി തിജാറ, കച്ചവടത്തോടുള്ള ഇഷ്ടം കാരണത്താൽ. മഹബ്ബത്തൻ ലി തിജാറ, കച്ചവടത്തോടുള്ള ഇഷ്ടം കാരണത്താൽ. അതേപോലെ ഇജാബൻ ബികസ്ബി തിജാറ, കച്ചവടത്തിലൂടെയുള്ള സമ്പാദ്യം, അതിനോടുള്ള താല്പര്യം, അത് കാരണത്താലാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെ വിട്ടത്. അബൂബക്കറിൽ നിന്നവൻ റസൂലുള്ളാഹിനെ മക്കത്താക്കിയിട്ട് എന്തുകൊണ്ട് പോയി? അതിനും കാരണം പറയുന്നത് തിജാറത്തിലൂടെയുള്ള കസ്ബിനോടുള്ള ഇജാബ് എന്ന് പറഞ്ഞാൽ താല്പര്യം. വ മഹബ്ബത്തൻ അല്ലെങ്കിൽ ഹുബ്ബൻ ലി തിജാറ, കച്ചവടത്തിനോടുള്ള ഇഷ്ടം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കറിനും ഒരേ വികാരമാണ്. കച്ചവടത്തിലൂടെയുള്ള കസ്ബ്, അതിനോടുള്ള കൗതുകം, താല്പര്യം, പിന്നെ തിജാറത്തിനോടുള്ള ഹുബ്ബ്, മഹബ്ബത്ത്, ഇഷ്ടം. മനസ്സിലായി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു കച്ചവടം. ആ കച്ചവടത്തിലൂടെയുള്ള സമ്പാദ്യം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിപുണനായതുകൊണ്ടാണല്ലോ എന്ത് നടന്ന് മുദാറബ, കച്ചവടം മുദാറബയാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള പിന്നെ ആ ഇടപാട് എന്ന് പറഞ്ഞാൽ അതിനാൽ അൽ മുദാറബ എന്ന് പറയും. എന്താ മുദാറബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് സ്വത്തുണ്ട്, അവരുടെ അടുത്ത് സ്വത്തില്ല. അയാളുടെ സ്വത്ത് ഞാൻ കൊള്ളുന്നു, ലാഭത്തിൽ നിന്നൊരു വിഹിതം നിശ്ചയിച്ചിട്ട് അതിൽ ഇടപാട് നടത്താൻ. അപ്പോൾ രണ്ടാളുകൾ, ഒരാളുടെ സ്വത്തുണ്ട്, ഒരാളുടെ സ്വത്തില്ല. അയാളുടെ സ്വത്ത് കൊള്ളുന്നു, എന്നിട്ട് ലാഭത്തിൽ നിന്നൊരു വിഹിതം നിശ്ചയിച്ചുകൊണ്ട് നടത്തുന്ന ഇടപാട്, അതാണ് മുദാറബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സ്വത്തിൽ നടത്തിയത് ഈ മുദാറബയാണ്, അല്ലേ? ലാഭത്തിൻ്റെ ഒരു വിഹിതം നിശ്ചയിച്ചുകൊണ്ടാണ് നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പിന്നെ നിപുണനായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നല്ല ലാഭം കിട്ടിയതും. പിന്നെ ഇടപാടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പിന്നെ സുതാര്യത അതാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഭൃത്യൻ പിന്നെ മൗല മൈസറ സഹായിയായിട്ടുണ്ടല്ലോ.
മൈസറ അത് കാണുകയാണ്. ഇടപാടിലുള്ള റസൂലുള്ളാഹിൻ്റെ സുതാര്യത, അതേപോലെ തന്നെ പിന്നെ കൃത്യത, വിൽക്കുന്നതിൽ വാങ്ങുന്നതിലൊക്കെയുള്ള ആ ഒരു പിന്നെ സത്യസന്ധത, അത് അടുത്ത് അറിഞ്ഞ് അനുഭവിച്ച് മൈസറ വന്നിട്ട് ഖദീജയോട് ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം അന്വേഷിക്കുന്നിടത്തേക്ക് അത് എത്തിയത്. അല്ല, അത് ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അവർ ബനു അസദ് കുടുംബത്തിലെ കുലീനയായ സ്ത്രീയാണ്. വലിയ സമ്പന്നയാണ്. അവരെ രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ട്. പിന്നെയും അവരെ വിവാഹം അന്വേഷിച്ച് പലരും ഖുറൈശികളിൽ പ്രമുഖർ കാത്തു നിൽക്കുന്ന ഒരു കാലത്താണ് അവർ ഇങ്ങോട്ട് അന്വേഷണം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ബൈഉൻ മബ്രൂറായ കച്ചവടം റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. എന്താ അള്ളാഹു പറയുന്നത്? റിജാലും, ഒരു വിഭാഗം ആളുകൾ, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, കച്ചവടം, കൊള്ളക്കൊടുപ്പുകൾ, ഇതൊന്നും അവരെ വ്യാപൃതമാക്കില്ല. എന്തിനെ തൊട്ട്? അത് ദിക്രില്ല, അള്ളാഹുവിനുള്ള ദിക്റിനെ തൊട്ട് എന്ന് പറയണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നോക്കി നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയല്ലേ വിശുദ്ധ ഖുർആനിൽ, ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫൻതശിറു ഫിൽ അർദി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്. വബ്തഗു ദിനാണ് വബ്തിഗാഉക്കും. വബ്തിഗാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയാധാതുവാണ്. ഇബ്തഗു എന്നുള്ള കൽപ്പന ക്രിയയാണ്. ഇബ്തഗു മിൻ ഫദ്ലില്ല, അള്ളാഹിൻ്റെ ഫദ്ല് നിങ്ങൾ തേടണം, അന്വേഷിക്കണം എന്ന് പറയാണ്. കച്ചവടം ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. പിന്നെ കച്ചവടം ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതര ജോലികൾ നിർവഹിക്കണം, ജോലികൾ എടുക്കണം എന്നുള്ളതാണ്. ഇതര ജോലികൾ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന ദാവൂദ് അലൈഹിസ്സലാം സറാദൻ വ ആദമു ഹറാസൻ വ ഇദ്രീസു ഖയ്യാത്തൻ വ മൂസ റാഇയൻ. പിന്നെ നബിനെ കുറിച്ചുകൂടി ഉണ്ട്. എന്താ? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം സറാദായിരുന്നു. എന്താ സറാദ്? കൊല്ലപ്പണിക്കാരൻ എന്നതിലേറെ ഹദ്ദാദ്, സറാദ്. അങ്കികൾ ഒക്കെ ഉണ്ടല്ലോ, അങ്കികളൊക്കെ മെടഞ്ഞ് നിർമ്മിക്കുക. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടല്ലോ ഇരുമ്പ് ലോഹാണല്ലോ, പക്ഷെ അതിനെ ദ്രവരൂപത്തിലാണ് കൊടുത്തിരുന്നത്. അസൽനാലഹു ഐനൽ ഖിത്ർ, ഇരുമ്പിൻ്റെ അരുവി എന്നാണ്. അപ്പോൾ ഇരുമ്പ് ഇങ്ങനെ ഖരരൂപത്തിലല്ല, പിന്നെയോ അത് ദ്രവരൂപത്തിലാണ്. ആ ദ്രവരൂപത്തിലുള്ളതിനെ അദ്ദേഹം പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചിട്ട് മെടഞ്ഞുണ്ടാക്കുമായിരുന്നു. സൻഅത ലബൂസിൻ ലക്കും എന്നറിയില്ലേ, ഈ അങ്കിയൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ അത് നിർമ്മിച്ച് വിറ്റിട്ടായിരുന്നു ദാവൂദ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഏറ്റവും നല്ല സമ്പാദ്യം ഒരാളുടെ കൈത്തൊഴിൽ, കൈകൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യമാണ്. വക്കാന ദാവൂദ് അലൈഹി സ്വലാം ലാ യഅകുലു മിൻ ഇല്ലാ മിൻ അമലി യദിഹി. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൈകൊണ്ട് സമ്പാദിച്ചതല്ലാതെ തിന്നിരുന്നില്ല. രാജാവാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അന്ന് രാജാവാണ്. രാജാവായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം താൻ കൈകൊണ്ട് ഉണ്ടാക്കിയത് അതേ തിന്നിരുന്നുള്ളൂ എന്നാണ്. അപ്പോൾ തഫ്സീറിൽ ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറയാണ്, എന്താ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം കൈകൊണ്ടുണ്ടാക്കിയിരുന്നത്? അദ്ദേഹം നമ്മൾ പായമടയ തടുക്കുമടയ, തടുക്കെന്താ? നമ്മൾ തെങ്ങിൻ്റെ ഓല കൊണ്ടൊക്കെ പെര ഉണ്ടാക്കാനൊക്കെ തടുക്കുണ്ടാക്കൂലേ, ഇരട്ടപ്പുളി, ഒറ്റപ്പുളി തടുക്കുകൾ. പായമടീനെ പോലെ തന്നെ തെങ്ങിൻ്റെ ഓല കൊണ്ട് തടുക്കുണ്ടാക്കും. അതുകൊണ്ട് പലതും ഉണ്ടാക്കും, തടുക്കാതല്ല. എന്തായാലും അങ്ങനെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ദൈവം ഇരുമ്പ് കൊണ്ട് മെടഞ്ഞ് അങ്കികൾ, അതേപോലെ തന്നെ പല യുദ്ധവസ്ത്രങ്ങൾ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അത് വിൽക്കും. അതുകൊണ്ടായിരുന്നു അദ്ദേഹം തിന്നിരുന്നത് എന്നാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അന്ന് അദ്ദേഹം രാജാവാണ്. ഇബ്നു ഹജർ ഫത്തുൽ ബാരിയിലത് ആ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഹറാസ് എന്ന് പറഞ്ഞാൽ നിലം ഉഴുത് കൃഷി ഇറക്കി ജോലി ചെയ്യുന്ന ആളായിരുന്നു.
ഇദ്രീസ് ഖയ്യാത്ത് അലൈഹി സ്വലാം തയ്യൽക്കാരനായിരുന്നു. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കാന റാഇയൻ, എന്താ റാഇയൻ, ഇടയനായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇടയ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം നജ്ജാറായിരുന്നു. ഇബ്നു അബ്ബാസ് പറയുന്നത് വകാന നൂഹുൻ നജ്ജാറൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നജ്ജാറായിരുന്നു. ദാവൂദ് സറാദ്, ആദം ഹറാസ്, നൂഹ് നജ്ജാർ ആശാരി. അതുകൊണ്ടാണ് കപ്പലുണ്ടാക്കിയത്, ആശാരി പണി അറിയുന്നതുകൊണ്ട്. ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം ഖയ്യാത്ത്, തുന്നൽക്കാരനായിരുന്നു, തുന്നൽ ജോലി ചെയ്യുന്നവനായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മറായിയൻ, ഇടയനായിരുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയും നജ്ജാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിലായിരുന്നു നിജാറ എന്ന് പറഞ്ഞാൽ ആശാരിപ്പണി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു നബിയും കടന്നു പോയിട്ടില്ല ഇല്ലാ വറഅൽ ഗനം, ആടുകളെ മേക്കാതെ ഒരു നബിയും കടന്നു പോയിട്ടില്ല. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണം, അങ്ങയോ, നിങ്ങളോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന കുൻതു അർഅ ഗനമൻ ലി ഖുറൈശ് ലി ഖറാറീത്ത്, ഈ നാണയത്തുട്ടുകൾ, നാണയങ്ങൾ കൂലിയായി വാങ്ങിയിട്ട് ഞാൻ ഖുറൈശികൾക്ക് ആടുകളെ മേച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തൊഴിലുകൾ അതാണ് ഈ കസ്ബ്, യദിൻ്റെ കൈ കൊണ്ടുള്ള സമ്പാദ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വലിയ അള്ളാഹ് ഇവിടെ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾ തേടുന്നതും അള്ളാഹിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്ന് പറയാണ്. മനുഷ്യന്മാർ വിവിധ തൊഴിലുകൾ, വിവിധ ഇടപാടുകൾ നിർവഹിക്കുന്നു. അങ്ങനെ ഇവിടെ ജനജീവിതം അനുഗ്രഹീതമായി ധന്യമായിട്ട് തുടരുന്നു. ഒരു കിതാബ് അബ്ദുൽ ലത്തീഫ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട്. അതിൻ്റെ പേര് അത്തുർഫ എന്നാണ്. അത്തുർഫ എന്നുണ്ടെങ്കിൽ കൗതുകം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് തുർഫ. അത്തുർഫ ഫീമ നുസിബ ഇലൽ ഉലമായി മിൻ മിഹ്നത്തിൻ ഔ ഹിർഫ, അതാണ് പൂർണ്ണരൂപം. പണ്ഡിതന്മാരിലേക്ക് ചേർക്കപ്പെട്ട മിഹ്നത്ത്, തൊഴിലുകൾ, ഹിർഫത്ത്, ജോലികൾ, അതിനെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് തുർഫ. അനി അബ്ദുൽ ലത്തീഫ് ഇബ്നു യൂസുഫ് അൽ ഗരീബ്, അദ്ദേഹം അതിൽ 1500 പണ്ഡിതന്മാർ, 1500 പണ്ഡിതന്മാർ, അവരുടെ ചരിത്രം, അവർ മുഴുവൻ വിവിധ തൊഴിലുകൾ എടുത്ത് ജീവിച്ച പണ്ഡിതന്മാർ. ആ തൊഴിലുകൾ കാരണത്താൽ അവർ ആ പേരിലാണ് അറിയപ്പെട്ടത്. അതാണ് അതിലെ മറ്റൊരു കൗതുകം. ആ തൊഴിലുകൾ കാരണത്താൽ അവർ അതിൽ അറിയപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വായിച്ചു, അബുൽ ഹസൻ അൽ മാവർദി ഷാഫി മദഹബിലെ പ്രസിദ്ധ പണ്ഡിതനാണ് മാവർദിക്ക് ആ പേര് തൊഴിലുകൊണ്ട് കിട്ടിയതാണ്. എന്തായിരിക്കും അദ്ദേഹം എടുത്ത തൊഴിൽ? എന്താണ് ഈ മാവർദി? ഉൽ വർദ്. എന്താ ഉൽ വർദ്? റോസ് വാട്ടർ അല്ലേ, അതാണ് ഉൽ വർദ്. അതിലേക്ക് നിസ്ബയാണ് മാവർദി അല്ലേ. മാവർദി ഉൽ വർദ് വിറ്റ് ആ തൊഴിൽ ജീവിച്ചു. അതുകൊണ്ട് ആ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു എന്നുള്ളതാണ്. അൽ ആജുരി അബൂബക്കർ അൽ ആജുരി അറിയപ്പെട്ട അഹ്ലുസുന്നൻ്റെ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഇഷ്ടിക ഉണ്ടല്ലോ, ആജുർ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ഇഷ്ടിക നിർമ്മിക്കുകയും അത് വിൽക്കുകയും ചെയ്ത് കാരണത്താൽ, നിർമ്മിച്ച് വിറ്റത് കാരണത്താലാണ് അദ്ദേഹം അൽ ആജുരി, അബൂബക്കറുൽ ആജുരി. അതേപോലെ തന്നെ അബുൽ ഹസൻ അൽ അദമി. എന്താ അദം? ഉദും. എന്താ അദം? ഉദും അദം എന്ന് പറഞ്ഞെങ്കിൽ തോലാണ്. തോല് വിൽപ്പനയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ തൊഴിൽ തോലുകൾ ശേഖരിച്ച് വിൽക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അൽ അദമി എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. അൽ ജസ്സാസ്, അബു മുഹമ്മദ് അൽ ജസ്സാസ്, അറിയപ്പെട്ട ഉലൂമുൽ ഖുർആൻ്റെ ഒക്കെ വിഷയത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന പേരാണ് അൽ ജസ്സാസ്. എന്താ ജസ്സാസ്? ജിസ്സിൽ നിന്നാണ് ജസ്സാസ്. എന്താ ജിസ്? ഇതാണ് കുമ്മായം. കുമ്മായം എന്ത് പറയാ അതിന്? ഖബർ നിങ്ങൾ ലാ തുജസ്സസുൽ ഖുബൂർ, ഖബറുകളിൽ ജിസ് ഇടപെടാവതല്ല. അതാണ് ജിസ് എന്ന് പറഞ്ഞാൽ കുമ്മായ ഇടുക, സിമെൻ്റ് ഇടുക.
ആ പണിയാണ് ജിസ്. അതുകൊണ്ടാണ് അദ്ദേഹം അൽ ജസ്സാസ് എന്നറിയപ്പെട്ടത്. അങ്ങനെ കുറേ തൗഹീദി അറിയപ്പെട്ടൊരു പണ്ഡിതനാണ് തൗഹീദി. തൗഹീദി എന്ന് പറയാൻ കാരണം തൗഹീദ് എന്ന് പറഞ്ഞിട്ടൊരു തരം കാരക്ക ഉണ്ടായിരുന്നു, കാരക്ക. ആ കാരക്ക വിറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. അതുകൊണ്ട് അദ്ദേഹം തൗഹീദി എന്നറിയപ്പെട്ടു. അൽ ഖഫാൽ, ഷാഫി മദബിൽ ഖഫാലുമാരുണ്ട്. അബൂബക്കർ ഷാഷി, അൽ ഖഫാൽ, ഇങ്ങനെ പ്രമുഖ പണ്ഡിതന്മാരായിട്ടുള്ള ഖഫാലുമാരുണ്ട്. അൽ ഖഫാൽ എന്ന് പറഞ്ഞാൽ കുഫുൽ, കുഫുൽ നിർമ്മാണം, കുഫുൽ പൂട്ട് അത് നിർമ്മിക്കുക അല്ലെങ്കിൽ അത് വിൽക്കുക, അതിനാലാണ് അൽ ഖഫാൽ എന്ന പേര്. ഇങ്ങനെ ധാരാളം അതിൽ ചിലരുടെ ദഹബി അറിയപ്പെട്ട ദഹബി എന്നല്ല, ദഹബി സ്വർണം, അതുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. അത് കാരണത്താൽ ദഹബി എന്ന പേര് വന്നത്. അതേപോലെ കുറേ 1500 പണ്ഡിതന്മാർ. ഞാൻ അതിങ്ങനെ പഠിക്കുകയാണ് ഇപ്പം ഈ സമയം. അത് നല്ല ചരിത്രമല്ല. അൽ ബസ്സാസ് അബൂബക്കർ അൽ ബസ്സാസ്, അൽ ഖാദി അബൂബക്കർ അൽ ബസ്സാസ് എന്ന് പറഞ്ഞെങ്കിൽ ഹംബലി മദ്ഹബിലെ ഒരു അറിയപ്പെട്ട ഖാദിയാണ് അബൂബക്കർ അൽ ബസ്സാസ്. ബസ്സ് ആണെങ്കിൽ പട്ട് വസ്ത്രം ശേഖരിച്ച് വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അൽ ബസ്സാസ് എന്നറിയപ്പെട്ടു, അബൂബക്കറുൽ ബസ്സാസ്. ഇബ്നു റജബുൽ ഹംബലി, ഈ ഹംബലി ഫുഖഹാക്കളുടെ തബഖാത്ത് ഉണ്ടല്ലോ, ആ ഗണം വിശദീകരിക്കവേ ഈ അബൂബക്കറുൽ ബസ്സാസിനെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ മക്കയിൽ ഹജ്ജിന് വന്നു. അങ്ങനെ മക്കയിൽ വെച്ച് അദ്ദേഹം, അന്നത്തെ കാലം വലിയ പട്ടിണിയുടെ നാളുകൾ, അദ്ദേഹം കഅബയുടെ പരിസരത്തേക്ക് ഇങ്ങനെ തവാഫിനോ മറ്റോ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു കിഴി കിട്ടിയതാണ്, ഒരു കിഴി. ആ കിഴി എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരു മുത്തിനാൽ തീർക്കപ്പെട്ട ഒരു മാലയാണ്, ഒരു മുത്തുമാല, സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുത്തിനാൽ തീർക്കപ്പെട്ട ഒരു മാല, മുത്തുമാല. അപ്പോൾ അത് കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു പോയി എന്നാണ്, ഞാൻ ഒരു വേള പഠിച്ചവൻ്റെ അവതാരിയായിരിക്കാം ഇത് എനിക്ക് തന്നത്. അദ്ദേഹം അവിടെ ഹജ്ജിന് വന്നാണ് നാട്ടിൽ നിന്ന്. പക്ഷേ അദ്ദേഹം പറയാണ്, ഞാൻ ഈ കിഴി കിട്ടി, അത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. അപ്പോഴാണ് ഞാൻ കഅബയുടെ പരിസരത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ, വയസ്സായ ഒരാൾ എൻ്റെ ഒരു കിഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞ അദ്ദേഹം കരയണത്. അത് തരുന്നവർക്ക് 500 ദീനാർ തരുന്നതാണ്. 500 ദീനാർ അത് തരുന്നവർക്ക് പാരിതോഷികം നൽകണമെന്നുണ്ടെങ്കിൽ ആ കിഴിയിലുള്ള മുത്തുമാല ഉണ്ടല്ലോ, അതിനെത്ര വില ഉണ്ടാവും? പക്ഷേ അബൂബക്കർ ബസ്സാസ് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ഈ കിഴി കൊടുക്കുകയാണ്, അതിൻ്റെ ലക്ഷണമൊക്കെ ചോദിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം, ആ വൃദ്ധൻ അദ്ദേഹം പറഞ്ഞ പാരിതോഷികം തരാൻ നിർബന്ധിക്കണം. പക്ഷേ ആ ബസ്സാസ് വാങ്ങിയില്ല. പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പട്ടിണി വിഷമമാണ്, ആവശ്യക്കാരനാണ്. പക്ഷേ എന്നിട്ട് ചരിത്രത്തിൽ ഇബ്നു റജബ് അത് ഉദ്ധരിക്കും, പറയുന്നുണ്ട്, ഹജ്ജ് കഴിഞ്ഞ് പിരിഞ്ഞു പോയി, ആളുകളൊക്കെ പോയി, സീസൺ കഴിഞ്ഞ് എല്ലാവരും പോയി. അങ്ങനെ ബസ്സാസും തൻ്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കപ്പൽ യാത്രയാണ്, അന്നത്തെ കാലത്തെ കപ്പൽ യാത്രയിൽ കപ്പൽ അപകടത്തിൽപ്പെട്ട് ബസ്സാസ് ഒരു പലകയിൽ തൂങ്ങി ഒരു ദ്വീപിലേക്ക് അണഞ്ഞു എന്നാണ് ഈ അബൂബക്കർ ബസ്സാസ്. അങ്ങനെ ദ്വീപിലേക്ക് അണഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപ്പം ബോധം ഉണ്ടായിരുന്നില്ല. പിന്നെ ആളുകളൊക്കെ, ആ ദ്വീപുവാസികളൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു, പരിപാലിച്ചു. അങ്ങനെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആ ദ്വീപുവാസികളാണെങ്കിലും അന്നത്തെ കാലത്ത് അവർക്ക് വലിയ വേണ്ടത്ര വിവര കാര്യമൊന്നുമില്ല. പക്ഷേ അബൂബക്കർ ബസ്സാസ് ഖുർആൻ ഓതുന്നതും നിസ്കരിക്കണമൊക്കെ കണ്ടപ്പോൾ അവർക്ക് വലിയ കൗതുകം. നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയാം, ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം, നിങ്ങൾ ഇവിടെ പാർക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ പിടിച്ചു നിർത്തി. അങ്ങനെ അദ്ദേഹത്തിനൊരു കല്യാണം അവിടുന്ന് ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ ഈ നാട്ടിലൊരു യതീമത്തായൊരു പെൺകുട്ടിയുണ്ട്, അതിന് ഞങ്ങൾ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ബസ്സാസ് എന്ത് ചെയ്തു, സമ്മതിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച് ആ യതീമിനെ അറയിൽ കൂട്ടിയപ്പോൾ മക്കയിൽ നിന്ന് അന്ന് നഷ്ടപ്പെട്ട കിട്ടിയ മാല ഉണ്ടല്ലോ, ആ മാല ഈ കുട്ടീൻ്റെ കഴുത്തിലാണ്. അപ്പോൾ കുട്ടിയെ നോക്കുന്നതിലേറെ ബസ്സാസ് നോക്കുന്നത് ഈ മാലയാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ വലിയ ഉദ്വേഗം. അവർ ചോദിക്കുകയാണ് എന്താണ്. പറയുകയാണ്, ഈ മാലയിൽ ഞാനായിട്ടൊരു കഥ ഉണ്ട്. അതെന്താണ്? അതെനിക്ക് ഇങ്ങനത്തെ ഒരു മാല മക്കയിൽ നിന്ന് വീണ് കിട്ടി. അതൊരു വൃദ്ധൻ്റേതായിരുന്നു. അയാൾ 500 ദീനാർ സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരസ്കരിച്ചിട്ട് ഞാൻ തിരിച്ചു ഏൽപ്പിച്ച ഒരു കഥ അത് പറയുകയാണ്. അപ്പോൾ ഒന്നായിട്ട് എല്ലാവരും തക്ബീർ ചൊല്ലി. കാരണം
ആ പിന്നെ വൃദ്ധൻ്റെ മകളാണിത്. അയാൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നു, അസുഖമായി. പക്ഷേ ഇവിടെ വരുമ്പോഴൊക്കെയും അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവെ അബൂബക്കർ അൽ ബസ്സാസിനെയും എന്നെയും നീ ഒന്നിപ്പിക്കണേ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആ വൃദ്ധൻ്റെ ദുആ അള്ളാഹു കേട്ടിട്ടാണ് നിങ്ങളെ ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകളാണിത് എന്ന് പറഞ്ഞ് അങ്ങനെ ഏതായാലും ആ കുട്ടിയുമായിട്ടുള്ള കുടുംബജീവിതം ബസ്സാസ് തുടർത്തി. ചരിത്രത്തിൽ കാണാം, പിന്നീട് ഈ സ്ത്രീ മരിച്ചു, 2 കുട്ടികൾക്ക് ജന്മം നൽകി. ഇവർക്ക് ബസ്സാസിന് ആ സ്ത്രീ 2 കുട്ടികൾക്ക് ജന്മം നൽകി. പിന്നീട് അവർ മരണപ്പെട്ടു. പിന്നെ കുട്ടികൾ ഓരോരുത്തരായി മരണപ്പെട്ടു. അവസാനം ഈ മാല ആർക്ക് വന്നു? ബസ്സാസിന് തന്നെ വന്നു. 1,00,000 ദീനാറിന് ആ മാല അന്ന് വില കണ്ടു എന്നൊക്കെ അതിൻ്റെ ചരിത്രത്തിൽ കാണാം. അല്ല കുല്ലി അത് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി തബഖാത്തിൽ ഉദ്ധരിച്ചൊരു ചരിത്രമാണത്. ഏതായാലും അവിടെ ബസ്സാസ്, നമ്മളെ വിഷയം എന്താണ്? ബസ്സാസ് അറിയപ്പെട്ട മഹാപണ്ഡിതനാണ് അൽ ഖാദി അബൂബക്കർ അൽ ബസ്സാസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തൊഴിലിലേക്ക് നിസ്ബ ചെയ്താണ് അദ്ദേഹത്തിന് ആ പേര്. ഇതേപോലെ പിന്നെ ധാരാളം വറാഖ് ഇമാം ബുഖാരിൻ്റെ ശിഷ്യൻ വറാഖ് ഉണ്ടല്ലോ, പിന്നെ ഈ പേപ്പർ അതുമായി ബന്ധപ്പെട്ട തൊഴിലെടുത്ത ആൾ. അതേപോലെ തന്നെ നജ്ജാർ, ഇമാം തബറാനിൻ്റെ റാവിയത്തായിട്ടുള്ള ഒരു അബൂ മുഹമ്മദ് നജ്ജാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാരിപ്പണി എടുത്ത് ജീവിക്കുന്നു. ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ ബസ്സാറുണ്ട്. പക്ഷേ ബസ്സാർ തൊഴിലുമായി ബന്ധപ്പെടുത്തിയിട്ട് കിട്ടിയ പേരുകൾ. ഏതായാലും നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫضലിൽ നിന്നുള്ള നിങ്ങളുടെ അന്വേഷണവും അള്ളാഹിൻ്റെ ദൃഷ്ടാന്താണെന്നാണ്. അള്ളാഹിൻ്റെ ഫضൽ എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ തൊഴിലുകളിലൂടെ നിങ്ങൾ അന്വേഷിക്കുന്നതും അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. ഇന്ന ഫീ ദാലിക്, തീർച്ചയായും ഇതിലുണ്ട്, ലൈലിലും നഹാറിലുമുള്ള മനാമ്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഫضലിൽ നിന്നുള്ള നിങ്ങളുടെ അന്വേഷണം അതിലുണ്ട്. ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങൾ, ലിഖൗമി യസ്മഊൻ, കേൾക്കുന്ന ജനതക്ക്. ഇവിടെ ലൈലിലുള്ള മനാമ്, നഹാറിലുള്ള മനാമ്. പിന്നെ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, അള്ളാഹിൻ്റെ ഫضലിൽ നിന്നുള്ള നിങ്ങളുടെ അന്വേഷണം. അത് ഇവിടെ രാവിലും പകലും. ചിലർ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി ഫിന്നഹാർ, ഇത് പകലിലാണ് ഈ അള്ളാഹുവിൻ്റെ ഫضൽ, തൊഴിലും അതേപോലെ തന്നെ ഇടപാടുമൊക്കെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല, അള്ളാഹു സുബ്ഹാനഹു നേരെയുള്ളത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കമുണ്ട്, പകലിലും ഉറക്കമുണ്ട്. പകലിൽ ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഡ്യൂട്ടി ചെയ്തിട്ട് പകലിൽ ഉറങ്ങുന്നവർ, അല്ലെങ്കിൽ പകലിൽ പ്രത്യേകമുള്ള ഉറക്കം കൈലൂല അല്ലേ. പിന്നെ വബ്തിഗാഉകും മിൻ ഫദ്ലിഹി, അത് രാവിലും ഉണ്ട് നടക്കണ്, പകലിലും ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഈ ആധുനികതയിലേക്ക് വരുന്നതിനനുസരിച്ച് രാത്രി തൊഴിൽ കൂടുകയാണ്, പകലിലും. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമിൻ യസ്മഊൻ, കേൾക്കുന്ന ഖൗം, ജനതക്ക്. ഇവിടെ കേൾക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം കേൾവിയല്ല, പിന്നെയോ കേൾക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കേട്ട് ഗ്രഹിക്കുന്ന വിധമുള്ള കേൾവി, ചിന്തിക്കുന്ന വിധമുള്ള കേൾവി, അല്ലാതെ കേവലം കർണപുടത്തിൽ ഇങ്ങനെ ശബ്ദം കമ്പനം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു കേൾവിയല്ല, ഒച്ചയല്ല. പിന്നെയോ ഇത് വഈൻ്റെയും ഇദ്റാഖിൻ്റെയും തഫക്കുറിൻ്റെയും ചിന്തക്ക്, അതേപോലെ തന്നെ പിന്നെ ഉത്ബോധനത്തിന് ഉപകരിക്കുന്ന കേൾവി, അവർക്കാണ് ദൃഷ്ടാന്തങ്ങൾ. ചിലർ പറഞ്ഞത് ലിഖൗമി യസ്മഊന അൽ ഖുർആന ഫയത്തബിഊനഹു, ഖുർആൻ കേൾക്കുന്നു എന്നിട്ട് അതിനെ പിന്തുടരുന്നു. ലിഖൗമി യസ്മഊന അൽ വഅദ്, ഉപദേശങ്ങൾ കേൾക്കുന്നു, ഫയഖാഫൂനഹു, ആ ഉപദേശങ്ങളിൽ ഭയക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് എന്ത് ദൃഷ്ടാന്തം. കേവലം ഇങ്ങനെ ഒരച്ച കേൾക്കുന്ന ആളുകൾക്കല്ല, പിന്നെയോ കേട്ട് ഗ്രഹിക്കുന്ന ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് ദൃഷ്ടാന്തം എന്ന് പറയാം. വേറെ ചില കുറേ വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ പോവാം. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ് ഖൗഫൻ വതമഅ വയുനസ്സിലു മിനസ് സമാഇ മാഅ ഫയുഹ്യി ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ.
ഇതിപ്പോൾ എത്രാമത്തെ ആയത്താണ്? വമിൻ ആയാത്തിഹി അഞ്ചാമത്തെ അല്ലേ? ഒന്നാമത്തെ വമിൻ ആയാത്തിഹി അൻ ഖലഖകും മിൻ തുറാബിൻ അല്ലേ? രണ്ടാമത്തെ വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. മൂന്നാമത്തെ വമിൻ ആയാത്തിഹി ഖൽഖുസ് സമാവാതി വൽ അർദി വഖ്തിലാഫു അൽസിനതുക്കും വഅൽവാനിക്കും. പിന്നെ നാലാമത്തേത് വമിൻ ആയാത്തിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. ഇത് അഞ്ചാമത്തേത് വമിൻ ആയാത്തിഹി. നമ്മൾ പറഞ്ഞില്ല 6 ആയത്തുകൾ ഈ ഒരു തുടർച്ചയിലാണ്. വമിൻ ആയാത്തിഹി. അതിൽ അഞ്ചാമത്തേത് അള്ളാഹ് പറയണം വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും ഒക്കെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് യുരീക്കും എന്ന് പറഞ്ഞാൽ യുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിക്കുക എന്നത്. യുരീക്കും, അവൻ നിങ്ങൾക്ക് കാണിക്കുന്നു. എന്തിന്? അൽ ബർക്ക, ബർക്കിന്. ബർക്ക് എന്താ ഈ ബർക്ക്? ഇടിയല്ല, ഇടി റാദാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിവാൾ, മിന്നൽ, ഇടിവാൾ അല്ലെങ്കിൽ മിന്നൽ. ബർക്കിനെ, ഇടിവാളിനെ നിങ്ങൾക്ക് അവൻ കാണിക്കുന്നു എന്നത് അവൻ്റെ ആയത്തിൽപ്പെട്ടതാണ്. ഖൗഫൻ പേടിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തമഅൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ജനിപ്പിക്കാനും. ഖൗഫൻ എന്ന് പറഞ്ഞാൽ മഫൂലുൽ അജലിഹി വ്യാകരണ പ്രകാരം പേടിപ്പിക്കാൻ വേണ്ടി. തമഅൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ പുലർത്താൻ വേണ്ടി. ഈ ബർക്ക് ഇടിവാൾ അല്ലേ? ഇടിവാൾ എങ്ങനെ ഉണ്ടാണ്? എന്താണ് ഇടിവാൾ? കാർമുകിലുകളുടെ അല്ലേ, കാർമേഘങ്ങളുടെ മുട്ടലിൽ തട്ടലിലൊക്കെ ഉണ്ടാകുന്ന പിന്നെ വൈദ്യുത തരംഗമാണ് അല്ലേ? വാനലോകത്ത് അങ്ങനെ കുറേ ശക്തികളുണ്ട്. പക്ഷേ ആ ശക്തികളിൽ നമ്മൾ ആരെ മാത്രമേ കാണുന്നുള്ളൂ? ഇടിവാളിനെ മാത്രമേ കാണുന്നുള്ളൂ. കാരണം പിന്നെ ഈ വൈദ്യുത തരംഗം അത് പ്രകാശിക്കുകയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നു, നമ്മളെ കാണിക്കുന്നു എന്നുള്ളത് എന്താണ്? അള്ളാഹിൻ്റെ ദൃഷ്ടാന്താണ്. അത് എന്തിനു വേണ്ടി? ഖൗഫൻ, പേടിക്കാൻ വേണ്ടി. കാരണം ഈ ഇടിവാൾ അത് മാനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപകടമാണ് മനുഷ്യന്. ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ 4 പേര് മരിച്ചില്ലേ? ഞങ്ങളെ പേരൻ്റെ മുകളിലാണത്. ഞങ്ങൾ താമസിക്കുന്ന പേരൻ്റെ മണ്ടയിൽ ആണ്, ഒരു മലൻ്റെ മുകളിലാണത്. ചെറിയ മലൻ്റെ ചെരുവിൽ അവിടെ ഉണ്ടായത്. ഇടിവാൾ മാനം ഇറങ്ങി ഉണ്ടല്ലേ, അത് ജീവനെടുക്കും. അപ്പോൾ പിന്നെ ഉണ്ടല്ലോ ഇടിവാൾ ഈ ആകാശ സീമകളിൽ ഇത് കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ പേടിച്ച് രക്ഷാമാർഗം തേടാൻ, സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങാൻ. അതാണ് വമിൻ ആയാത്തിഹി യുരീകുമുൽ ബർക്ക്, ബർക്കിനെ നിങ്ങൾക്ക് കാണിക്കുന്നു. ഖൗഫൻ, പേടി ജനിപ്പിക്കാൻ വേണ്ടി. അത് നോക്കിയേ, ഇടിവാള് അത് പിന്നെ പ്രകാശിച്ച് കണ്ടില്ലെങ്കിൽ അത് അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? കറണ്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കറണ്ട് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോയി പിടിക്കുന്നത് അപകടത്തിൽപ്പെടുന്നത്. പക്ഷേ ഇടിവാൾ നോക്കി നിങ്ങൾ അത് പ്രകാശിച്ച് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപകടമുണ്ട്, രക്ഷപ്പെടണം അല്ലെങ്കിൽ മാറണം എന്നുള്ള ഇത് വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. യുരീകുമുൽ ബർക ഖൗഫൻ വതമഅൻ. ഒപ്പം പേടിപ്പിക്കുന്നത് പോലെ തന്നെ പ്രതീക്ഷയും തരും. എന്താ പ്രതീക്ഷ? ഇടിവാൾ, അതിനെ തുടർന്ന് മഴ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും തരും. അതാണ് ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തു റഅദിൽ, എന്താ സൂറത്ത് റഅദിൽ പറഞ്ഞത്? വഹുവല്ലദീ യുരീകുമുൽ ബർക ഖൗഫൻ വതമഅ വയുൻശിഉ സഹാബസ് സിഖാൽ വയുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി. സൂറത്ത് റഅദിൽ അള്ളാഹു പറയാണ്, വഹുവല്ലദീ, അള്ളാഹു ആകുന്നു, യുരീകുമുൽ ബർക, മിന്നൽ പിണർ അല്ലെങ്കിൽ ഇടിവാൾ, അതിനെ നിങ്ങൾക്ക് കാണിക്കുന്നവൻ. എങ്ങനെ? ഖൗഫൻ, നിങ്ങളിൽ പേടി ഉണ്ടാക്കിയും, വതമഅൻ, പ്രതീക്ഷയുണ്ടാക്കിയും. എന്നിട്ട് പറയാണ് അവിടെ വയുൻശിഉ, അള്ളാഹു ഉണ്ടാക്കുന്നു, അസ്സഹാബസ് സിഖാൽ, ഭാരിച്ച കാർമേഘങ്ങൾ. അസ്സഹാബു സിഖാൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ മേഘങ്ങളുടെ പഠനങ്ങളിലുണ്ടല്ലോ,
റുക്കാമായ സഹാബ്, സിഖാലായ സഹാബ്, ഇങ്ങനെ പിന്നെ സഹാബുകളെ കാർമുകിലുകളെ കുറിച്ച് പലത് പറഞ്ഞിട്ടുണ്ട്. മഴ വർഷിക്കാൻ കാരണീഭവിക്കുന്ന കാർമേഘം സിഖാലായ സഹാബാണ്, അസഹാബ് സിഖാൽ. അതിനെ അള്ളാഹു ഉണ്ടാക്കുന്നു എന്ന് പറയണം. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയണം യുസബ്ബിഹു റഅദു ബിഹംദിഹി, റഅദ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി നിർവഹിക്കുന്നു. വൽ മലായികത്തു, മലക്കുകളും സുബ്ഹാനല്ലാഹി വബിഹംദിഹി നിർവഹിക്കുന്നു. മിൻ ഖീഫത്തിഹി, അള്ളാഹുവിനെ പേടിച്ച് എന്ന് പറയണം. തയ്യിബ്. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണിത്, വലിയൊരു വിഷയമാണ്. ബർക്ക് ഉണ്ടാകുക എന്നുള്ളത് അതൊരു വൈദ്യുത തരംഗമാണ്, അതിനെ കാണാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇടിവാളാക്കിയിട്ട് കാണിച്ചു തരികയാണ്. ആ കാണിച്ചു തരുന്നതിലൂടെ രണ്ട് നേട്ടം: ഒന്ന്, പേടി ഉണ്ടാക്കുകയാണ്, അതിന് രക്ഷപ്പെടാനുള്ള മാർഗം തിരയാൻ, ആളുകൾ അതിൽ ചെന്ന് ചാടാതിരിക്കാൻ അല്ലെങ്കിൽ അത് ഏൽക്കാതിരിക്കാൻ. പിന്നെ വതമഅൻ, മഴയെ പ്രതീക്ഷിക്കാനും മറ്റ് ധർമ്മങ്ങളുണ്ടാകാം അല്ലേ. നമ്മളിപ്പോൾ പിന്നെ ഈ സയൻസിൽ കുറേ ഉണ്ടല്ലോ, ഈ മൂലകങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകണത് എങ്ങനെയാണ് അല്ലേ, ഈ നൈട്രജനൊക്കെ ഉണ്ടാകണ അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലേ. അങ്ങനെ കുറേ ധർമ്മങ്ങളുണ്ടാകാം, പ്രതീക്ഷിക്കാവുന്ന പല ധർമ്മങ്ങളുണ്ടാകാം. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമാ. പിന്നെ പറയുന്നത് വയുനസ്സിലു മിനസ് സമാഇ മാഅ. വയുനസ്സിലു, അള്ളാഹു അവതരിപ്പിക്കുന്നു, മിനസ് സമാഇ, സമാ എന്നാണ് ആകാശമല്ല, എല്ലാ സമാവും ആകാശമല്ല. സമാ എന്ന് പറഞ്ഞെങ്കിൽ സഹാബ്, കാർമേഘത്തിന് സഹാബ് എന്ന് പറയും. അതേപോലെ തന്നെ ഉപരിഭാഗത്തിന് സമാ എന്ന് പറയും. സമാവാത്ത്, സമാ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ശരിയാണ്. ഈ പിന്നെ അണ്ടകടാഹത്തിന് കമഴ്ത്തി വെക്കപ്പെട്ട മേൽക്കൂരക്ക് സമാ എന്ന് പറയും. പക്ഷെ എല്ലായിടത്തും സമാ അതല്ല. സമാ ആർക്ക് പറയും? കാർമേഘത്തിന് പറയും. സമാ പറയും. പിന്നെ ഈ ഒലുവിന് മേൽഭാഗത്തിന് പറയും. യുനസ്സിലു, അള്ളാഹു മഴയെ വർഷിപ്പിക്കുന്നതിൽ നിന്ന് മാഇനെ. ഇവിടെ ഈ നസ്സല ഉണ്ടല്ല, നസ്സല ആ ക്രിയൻ്റെ പ്രത്യേകത ഇറക്കുന്നു, അവതരിപ്പിക്കുന്നു എന്നാണ്. അതിനൊരു പ്രത്യേകത ഉണ്ട് ആ ഇറക്കുന്നതിൽ അല്ലേ. ഈ കാർമേഘം ഒരുകിയാണ് മഴ അല്ലേ, അതൊന്നായിട്ടുണ്ട് പൊളിഞ്ഞാടി ഒലിച്ചാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ. പക്ഷെ അങ്ങനെ ഒന്നായിട്ട് ഇപ്പം നമ്മളൊക്കെ ഒരു ബക്കറ്റ് വെള്ളം മുകളിൽ നിന്ന് പറഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അല്ലേ. അതൊന്നായിട്ട് തലേക്ക് കുത്തി വീഴുകയല്ലേ ചെയ്യുക. മഴ അങ്ങനെ കുത്തി വീണില്ലല്ലോ. നദികളൊക്കെ പിന്നെ ഈ ഷെല്ലാൽ പോലെ, ഷെല്ലാൽ എന്ന് പറഞ്ഞാൽ എന്താ ഷെല്ലാൽ? വെള്ളച്ചാട്ടം കണക്കെ വരേണ്ടതാണ് അത് മുകളിൽ നിന്ന്. പക്ഷെ വെള്ളച്ചാട്ടം കണക്കെ വരുന്നില്ല. പിന്നെയോ തുള്ളികളായിട്ടാണ്. തുള്ളികളായിട്ട് ചില തുള്ളികൾ ശരിയാണ്, തുള്ളിക്കൊരു കുടം എന്നൊക്കെ നമ്മൾ സാഹിത്യത്തിൽ പറയാമെങ്കിൽ അതൊക്കെ കൊള്ളാവുന്നതും നമുക്ക് ഏൽക്കാവുന്ന വിധത്തിലുള്ളതാണ്. അങ്ങനെ ഒരു കുടം ഒരു തുള്ളിയായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ആ അവതരിപ്പിക്കുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അതിനെ ദ്യോതിപ്പിക്കാനാണ് ഈ ക്രിയനെ വന്നത്. യുനസ്സിലു, നസ്സല യുനസ്സിലു, വയുനസ്സിലു മിനസ് സമാഇ, സമായിൽ നിന്ന്, കാർമുകിലുകളിൽ നിന്ന് അള്ളാഹു അവതരിപ്പിക്കുന്നു. മാഅൻ, മാ എന്നാണ് അവിടെ മഴയെ, വെള്ളത്തെ. ഫ യുഹി ബിഹിൽ അർദ്, ഫ അങ്ങനെ അവതരിപ്പിച്ചതിനെ തുടർന്ന് യുഹി, അള്ളാഹു ജീവിപ്പിക്കുന്നു, ബിഹി ഈ വെള്ളം കൊണ്ട്, അൽ അർദ. അൽ അർദ എന്ന് പറഞ്ഞാൽ പിന്നെ നാട്, മണ്ണിനെ ജീവിപ്പിക്കുന്നു. ബഅദ മൗതിഹ, അത് മൗത്തായതിന് ശേഷം, ഈ മണ്ണ്, നാട്, അത് മൗത്തായതിന് ശേഷം അതിനെന്ത് ചെയ്യുന്നു? ഈ വെള്ളത്തിലൂടെ അള്ളാഹു ജീവിപ്പിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ഇന്ന ഫീ ദാലിക, തീർച്ചയായും ഇതിലുണ്ട്, ലആയാതിൻ ദൃഷ്ടാന്തങ്ങൾ, ലിഖൗമി യഅഖിലൂൻ, ലിഖൗമിൻ യഅഖിലൂൻ, അഖിൽ പ്രയോഗിക്കുന്ന ജനതക്ക്. ലിഖൗമിൻ യഅഖിലൂൻ, അഖിൽ പ്രയോഗിക്കുന്ന ജനങ്ങൾക്ക്. ഹലാസ്. അത് പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിഷയങ്ങൾ പറയാം. നല്ല വിഷയങ്ങൾ അടുത്ത ആയത്ത് പറയുമ്പോൾ പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത